ഹലോ ഗായ്സ്, ഞാനും നമ്മുടെ സോണി ചേച്ചിയും കൂടെ ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ കയ്യിലെ വാച്ച് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് പോകുന്നത്, അങ്ങ് വരെ അല്ല. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഫസ്റ്റ് ട്രിപ്പാണ്. ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളു. എപ്പോഴും ഞങ്ങളോട് ആരൊക്കെ കുറ്റാനും കുട്ടിച്ചാത്തന്മാരും ഇത്തവണ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് പോവാട്ടോ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത് ഒരു അമ്പലം വിസിറ്റാണ് എങ്കിലും ഞങ്ങൾ എന്ന് പോയാലും അങ്ങ് വെപ്രാളവും വിരളിയൊക്കെ ഇതൊന്നും ഇല്ലാതെ ഒരു മനസമാധാനത്തോടു കൂടി അവിടെ നിന്നൊന്ന് പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോവാം. ബൈ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഒരു തമിഴ് ബസ്സാട്ടോ. എന്തോടെ എഴുതിയിരിക്കുന്നത് പിന്നെ എന്തോന്നൊന്നും പറഞ്ഞു. ബസ് കൊട്ടാരക്കര പോകുന്നു. ഞങ്ങൾ കാല് പിടിച്ച് കയറിയിട്ടുണ്ട്. ഭയങ്കര പൊക്കമുള്ള ബസ്സാട്ടോ. ഇതിനകത്ത് പെട്ടെന്നൊന്നും കയറാൻ പറ്റില്ല. ഞങ്ങളിനി നേരെ കൊട്ടാരക്കരയ്ക്ക് പോകും. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നല്ലോ. വാങ്ങോട്ട് ഞങ്ങൾക്ക് പോകേണ്ട വണ്ടി രണ്ടി തിരിഞ്ഞ് തപ്പിയെടുക്കണം. ആ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത്. നമ്പർ നോക്ക്. അപ്പൊ ഇതാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ബസ്. അറിയത്തില്ല, കിട്ടുന്ന വണ്ടി കയറി പോയാല. ഞാൻ ഞങ്ങള് സ്നാക്സ് മേടിക്കാനായിട്ട്. സ്നാക്സ് പോരാടെ? സ്നാക്സ് ആണോ? അങ്ങനെ ഞാൻ സോണി ചേച്ചിയും കൂടെ ആര്യ ഭവനിൽ കയറി തട്ടിയിട്ടിരിക്കാന്ന് വെച്ച്. തുടങ്ങും. അങ്ങനെ ഞങ്ങൾ വ്രതത്തിലാന്നുള്ള ഓർമ്മയിൽ ഞങ്ങൾ ആവശ്യത്തിനൊക്കെ ഫുഡ് കഴിച്ചു കേട്ടോ. ഇനി നമ്മുടെ ബസ് തപ്പിയെടുക്കണം. അങ്ങനെ ഞങ്ങളെ ബസ് തപ്പി പോവുകയാണ്. ഈ ബസ് എല്ലാം അവിടെ വന്ന് അടിച്ച് കൊല്ലുമല്ലോ മനുഷ്യന്. ഞങ്ങളെ മൂകാംബിക ബസ് വന്നല്ലോ. ബസ് വരുന്നേ അല്ലേ? അയാൾക്ക് അത്ര വരത്തില്ല, എനിക്കൊരിഞ്ച് കൂടുതലാ. ആ നോക്ക്. ആരും സാധനത്തിന്റെ പേരെന്താ? പേട, പാൽപ്പേട. ഇതൊക്കെ ഇഷ്ടം. നല്ല ചൂടുണ്ട് കേട്ടോ. ഞങ്ങൾ കയറിയതേ ഉള്ളു വണ്ടിക്കകത്ത്. ഒടുക്കത്തെ ചൂട്. ഒതുക്കിയെടുത്ത് തരത്തിലെന്ന് പറഞ്ഞു. ദാനിയുടെ ഇത് ചേച്ചിയുടെ മാത്രം ഐഡിയ ആണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ എത്രയെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. എന്നെ കൊണ്ട് ഇരുന്ന് പോകാനുള്ള കപ്പാസിറ്റി ഇല്ല. ചേച്ചിക്കും അതില്ല. കയറിയപ്പോൾ മനസ്സിലായി. ചേച്ചി ഫസ്റ്റ് ടൈമാണ് കേട്ടോ. വലിയ കാര്യത്തിൽ പെട്ടെന്ന് അങ്ങ് എത്തുമെന്നുള്ള ധാരണ ചേച്ചിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും കൂടെ ഒരു മുൻകരുതൽ എടുക്കേണ്ടതായിരുന്നു. ചേച്ചി നമുക്ക് വേണ്ട സ്ലീപ്പർ എടുക്കാമെന്ന്. പക്ഷേ ഇത് ഒരു ഒന്നൊന്നര ചെയ്ത്തായിപ്പോയെന്ന് തോന്നുന്നു. കാരണം ബാക്ക് സൈഡും കുലുക്കത്തോട് കുലുക്കം. പോരാത്തതിന് ഒരു ഇഞ്ച് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും ഇല്ല. പെട്ടെന്ന് ഓരോ ബ്രേക്കും ബെല്ലും ഒക്കെ പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ചെന്ന് വീഴുന്നുണ്ട്. അത് വേറൊരു നഗ്നസത്യം. അങ്ങനെ എങ്ങനെയെങ്കിലും കിടന്നു ഇരുന്നു നോക്കി ഒരു 9 വരെ ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അതായത് ഡിന്നർ കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റിൽ തന്നെ ഒരു കോഫി പറഞ്ഞു കേട്ടോ. ഭയങ്കര തണുത്ത് വിറച്ചിരിക്കുവാണ്. അതിനുശേഷം അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ നൂഡിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഓർഡർ ചെയ്തു. ആദ്യം തന്നെ കോഫി കുടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സമാധാനമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അധികം ഫുഡ് കഴിക്കാനുള്ള വിശപ്പൊന്നുമില്ല. പിന്നെ ഇനി നാളെ രാവിലെ എപ്പോഴാണ് എത്തുന്നതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. KSRTCയുടെ കാര്യമാണ്. അതുകൊണ്ട് ഒരു നൂഡിൽസ് മേടിച്ച് രണ്ടുപേരുടെ 50-50 ആയിട്ട് കഴിക്കാമെന്ന് വെച്ചു. എന്നിട്ടും അതും ഞങ്ങൾ ഫിനിഷ് ചെയ്യുന്ന ഉദ്ദേശം ഈ കാണുന്നില്ല. കാരണം കോഫി കുടിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. അപ്പോൾ സോണി ചേച്ചി തകർത്ത് ഡാനീനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരെ വീട്ടിലാക്കിയിട്ട് വരുമ്പോൾ ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു ചെറിയ സമാധാനക്കേടുണ്ട്. പിന്നെ ദേവ കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ബസ് ഫ്രിഡ്ജ് പോലെ ആയിരിക്കുന്നു. തണുത്ത് മരവിച്ച്. വെളിയിൽ നിന്ന് നോക്കിയാൽ അകത്ത് റെഫ്രിജറേറ്റർ പോലെയാണ്. എൻ്റെ ദൈവത്തെ ഓർത്ത് നമ്മൾ ഇതിനകത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് നമ്മുടെ കയ്യിൽ വെറുതെയെങ്കിലും വെച്ചിരിക്കുക. ഞാൻ എടുത്തതാണ്. പക്ഷേ എന്നിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ട്രെയിനിലെ പോലെ ഇവരെന്തെങ്കിലുമൊക്കെ തരുമായിരിക്കുന്നു. പക്ഷേ ഒന്നും തന്നില്ല.
പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ ചേട്ടന്മാരോടൊന്ന് വാവിട്ട് ചോദിച്ചാൽ അവർ തരുമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങ് എത്തുമ്പോഴത്തേക്ക് ഒരു പരുവാകും. എന്നേക്കാൾ സത്യം പറഞ്ഞാൽ സോണി ചേച്ചി തണുപ്പ് സഹിക്കുന്ന ആളാണ്. പക്ഷേ ചേച്ചിക്ക് പോലും പറ്റാത്തത്ര തണുപ്പാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർ പോകുമ്പോൾ മസ്റ്റായിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വെക്കുക. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ആക്ച്വലി ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം അങ്ങനെ സുഖപ്പെടാത്ത ആളാണ്. എനിക്ക് കിടന്നാൽ മാത്രമേ ഉറക്കം വരൂ. ഞാൻ നോക്കിയപ്പോൾ സോണി ചേച്ചി അത്യാവശ്യം ഉറങ്ങുന്നുണ്ട്. പക്ഷേ ചേച്ചിയെ കൊണ്ട് അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് പോലും പറ്റത്തില്ല. നമ്മൾ ഈ കിടന്നുറങ്ങി ശീലിച്ചവർക്ക് അതേ നടക്കത്തുള്ളൂ. അപ്പോൾ ചേച്ചിയെ താങ്ങി കുറച്ച് നേരം ഞാൻ കിടന്നു. എന്നിട്ടും രസമായില്ല. അപ്പോൾ പിന്നെ ബാക്കിൽ 2-3 സീറ്റുണ്ട്. അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ചുരുണ്ട് 2 സീറ്റിൽ കിടക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ദൈവമേ, നമ്മൾ ആ ബാക്ക് സൈഡിലാണ്. അതുകൊണ്ട് ഞങ്ങൾ കുതിരപ്പുറത്തിരിക്കുന്ന കണക്കായിരുന്നു എനിക്ക് തോന്നിയത്. എങ്ങനെയെങ്കിലുമൊക്കെ നേരം വിളപ്പിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എവിടെയോ എത്തി. അപ്പോൾ ആരൊക്കെയോ ബാത്റൂമിലൊക്കെ പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ കണ്ണു തുറക്കും കേട്ടോ. അതാണ് ഈ ഒരു. പിന്നെ ഉണർന്നപ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായി കേട്ടോ. നേരം വെളുത്തു. നമ്മൾ കുതിരപ്പുറത്ത് നിന്ന് തെള്ളി ഇവിടം വരെ എത്തി. അങ്ങനെ ഞങ്ങൾ പുട്ടും വേറെ എന്തൊക്കെയോ സാധനങ്ങൾ, പിന്നെ ഇടിയപ്പവും അതിൻ്റെ കൂടെ ഒരു കറിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. പിന്നെ വ്രതത്തിലാണല്ലോ, അപ്പോൾ എന്തെങ്കിലും നമുക്ക് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എത്തുന്നത് ഏകദേശം ഒരു 2-2:30 ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് അപ്പോഴത്തേക്കും ലഡു വേണം. സ്വീറ്റ്സിനോട് കുറച്ചധികം ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ സോണി ചേച്ചി. അതുകൊണ്ട് സോണി ചേച്ചി ഇങ്ങനെ അതും ഇതുമൊക്കെ മേടിക്കുക. അപ്പോൾ ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പം എല്ലാവരും എത്തിയോ എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. ഇതാ നമ്മുടെ ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ എല്ലാം അടിച്ച് ബസ്സിൽ കയറ്റുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഡ്യൂട്ടി. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ എന്തെന്ന് വെച്ചാൽ, KSRTCയിൽ വന്നാൽ ഒരു 2 ദിവസം സ്പെൻഡ് ചെയ്യുക. അതിനുശേഷം തിരിച്ച് നിങ്ങൾ KSRTC വന്നോളൂ. അതായത് നിങ്ങൾ സ്ലീപ്പർ എടുത്ത് വന്നോളൂ. അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് KSRTC നമ്മളെ അവിടെ കൊണ്ട് എത്തിക്കത്തില്ല. അത് ഒന്നാമത്തെ കാര്യം. നമ്മൾ രാവിലെ എത്തേണ്ട, നമ്മൾ ഏകദേശം ഉച്ചര, അതായത് 2-2:30-3 മണിക്ക് എത്തത്തുള്ളൂ. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാനും ടൈമിങ്ങിൽ ഒന്നും നടക്കത്തില്ല. അതാണ് KSRTCയുടെ ഒരു പ്രത്യേകത. പിന്നെ സ്ലീപ്പർ എടുത്താൽ കുറച്ച് ഉറങ്ങിയെങ്കിലും ചെയ്യാം. അതും നടക്കത്തില്ല. ഒറ്റ ഇരിപ്പിരിക്കണം. കുറച്ച് ബെൻഡായിട്ട് നമുക്ക് ഇരിക്കാം. പക്ഷേ അതൊരു സുഖമൊന്നുമില്ല. പിന്നെ ബാക്ക് പോർഷനിലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, നടുവിൻ്റെ കാര്യം തീരുമാനവും. അതുകൊണ്ട് ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രെയിൻ അല്ലെങ്കിൽ സ്ലീപ്പർ. KSRTC സ്ലീപ്പർ നമ്മൾ 2 ദിവസത്തേക്ക് സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ അല്ല, നമ്മളെ കിടക്ക് ഷടപടയെന്ന് ആരും ഒരിക്കലും ചെയ്യരുത്. ഓക്കെ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കാടും മലയൊക്കെ കണ്ടപ്പോൾ ഒരു മനസ്സിനൊരു സമാധാനം കേട്ടോ, അമ്പലം എത്താറായെന്ന്. കാരണം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് 8:30-9 മണിക്ക് എത്തുമെന്നായിരുന്നു. അപ്പം നമുക്ക് രാവിലെയും കയറി തൊഴാം, ഉച്ചയ്ക്ക് തൊഴാം, വൈകിട്ട് തൊഴാം, അങ്ങനെ കുറേ തൊഴലായിരുന്നു. പക്ഷേ നമ്മുടെ KSRTC ചേട്ടന്മാർ നമ്മളെ പറ്റിച്ചു. അതായത് ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം 1 മണിയാകാറായി എന്നാണ് തോന്നുന്നത്. 1 മണിക്കെങ്കിലും എത്തിയാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ മൂകാംബിക എത്താറായി എന്നൊരു അനൗൺസ്മെൻറ്റ് കേട്ടു. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ കിടക്കുന്നു. ഏകദേശം എല്ലാ ഹോട്ടലുകളും ഫില്ലായിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി നമ്മൾ ഒരു 2 മണിക്കൂറത്തെ കാര്യമുള്ളൂ. നമുക്കൊന്ന് കുളിക്കുക, അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ കയറുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അത്രയും എക്സ്പെൻസീവായിട്ടുള്ള റൂമുകൾ എടുക്കണ്ട എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഒരു റൂമും കിട്ടാനില്ല, എല്ലാം ഫില്ലായിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയും തപ്പിത്തിരഞ്ഞ് എന്തായാലും ഒരെണ്ണം ഒപ്പിച്ചു. അങ്ങനെ ഞങ്ങളിതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നായിരുന്നു എല്ലാം. അങ്ങനെ കുളിച്ച് സൂപ്പറായി. അങ്ങനെ പെട്ടെന്ന് തൊഴാനും ഇറങ്ങി. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ഔട്ട്ഫിറ്റൊക്കെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നുള്ള ഒരുക്കമൊക്കെ ആയല്ലോ. സത്യം പറയാലോ, ഇത്രയും സമാധാനമായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ്. കാരണം എന്ന് പോയാലും നമ്മൾ ഒരു ബറ്റാലിയൻ ആളുകളുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടാകും. കാരണം ഇവരെയൊക്കെ ഒരുമിച്ച് നയിച്ചു കൊണ്ട് പോകുന്നുള്ളത്. അപ്പോൾ ചേച്ചി നമ്മുടെ ഇവിടെ അമ്മയ്ക്ക്, അതായത് മൂകാംബിക ദേവിക്ക് വേണ്ടിയിട്ട് ചേച്ചി ഒരു സാരി അവിടെ നിന്നേ കൊണ്ടുവന്നായിരുന്നു. നമുക്ക് ഇവിടെയും കിട്ടും. ഇവിടെ 300 രൂപ മുതൽ സ്റ്റാർട്ടിങ് എന്നാണ് ആ ചേട്ടൻ പറയുന്നത്. കാരണം ഞങ്ങൾ എപ്പോൾ വന്നാലും ഇവിടുന്ന് പൂവും താമര തട്ടം എപ്പോഴും വാങ്ങാറുണ്ട്. അപ്പോൾ സാരി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ അവിടെ ചേച്ചി വാങ്ങിക്കൊടുത്തത് 2000 രൂപയുടെ സാരിയാണ്. അവിടെ 35,000 രൂപ വില വരുന്ന സാരി വരെ കൊടുക്കാറുണ്ട്. നമ്മളെ കൊക്കിന് ഒതുങ്ങുന്നത് കൊത്തുക എന്നുള്ളതാണല്ലോ. അപ്പം അതിനായിട്ട് പ്രത്യേകം റെസീറ്റൊക്കെ എഴുതുക, അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ അകത്തുണ്ട്.
ഇന്ന് പോരാത്തതിന് കേരള പിറവി, അതായത് ഇവിടെയും അവധിയാണ്, അവിടെയും അതേപോലെ അവർക്കും ഇതേ ആഘോഷം തന്നെയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, ഹോളിഡേ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ നിൽക്കുന്നു. ഞങ്ങളിങ്ങനെ ക്യൂ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാൾ നടന്നു പോവാണ്. എല്ലാവർക്കും കുറച്ച് പേടിയുണ്ട് കേട്ടോ, കാരണം ഇതെങ്ങാനും വല്ല കുത്തിയെടുക്കുകയോ ചെയ്താൽ പിന്നെ പറയണ്ട. അങ്ങനെ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഞാനും ചേച്ചിയും കൂടെ സൈഡിൽ കൂടെ പോവുകയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. എന്തായാലും പെട്ടെന്ന് കയറി തൊഴാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. തിരിച്ച് 5:45 ഞങ്ങൾക്ക് ബസ്സാണ്, KSRTC. അപ്പോൾ അതിൽ പെട്ടെന്ന് കയറണം. ഇപ്പോൾ എന്തായാലും 4 മണിക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ തൊഴുത് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ എന്തായാലും ഇവിടുന്ന് റെസിപ്റ്റ് എഴുതി. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി ഈ റെസിപ്റ്റ് എടുക്കുമോ എന്നുള്ളതായിരുന്നു. കാരണം ബില്ല് മസ്റ്റായിട്ട് വെച്ചിരിക്കണം, അല്ലെങ്കിൽ പ്രൈസ് ടാഗ് എങ്കിലും വേണം, അല്ലെങ്കിൽ അവരെടുക്കാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് അത് ഇവിടെ കൊടുക്കാൻ, ഇങ്ങനെ സാരി വാങ്ങി കൊടുക്കാൻ എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. പിന്നെ ഞങ്ങൾ പോയെന്ന് വെച്ചാൽ ക്യൂ നിൽക്കണോ വേണ്ടതെന്നാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്യൂ നിൽക്കാതെ പ്രത്യേകം എൻട്രി ചെയ്യാമെന്ന് വെച്ചു. അതൊരു 200 രൂപ 300 രൂപയാണ് ഒരാൾക്ക്. പിന്നെ നോക്കിയപ്പോൾ ഇവിടെ നല്ല ഡാൻസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, പിള്ളേരുടെ. അപ്പോൾ ആ കുഞ്ഞ് കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല മനസ്സിനൊരു സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നു. അങ്ങനെ കണ്ടു നിന്നപ്പോഴത്തേക്കാണ് പിന്നെ ഓർത്തത് ടൈം ആവാറുണ്ട്. ഞങ്ങൾക്ക് 1 മണിക്കൂർ ഉണ്ടെങ്കിലും ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ ഇന്നലത്തെ ഫുഡിലാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ട് വല്ലതും കഴിക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ അകത്തൊക്കെ കയറി നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി കേട്ടോ. പോരാത്തതിനും നമ്മുടെ ലഡു പ്രസാദമൊക്കെ വാങ്ങിച്ചപ്പോൾ മനസ്സിന് ഒത്തിരി സന്തോഷമായി. അകത്ത് നമുക്ക് വീഡിയോയോ ഫോട്ടോയോ അങ്ങനെ അധികം ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഞങ്ങൾ സാരി കൊടുക്കുന്നത് പ്രത്യേകമായി. ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് നല്ല കൊട്ട വിശപ്പായി. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞാൽ മീൻകറിയും ചോറും തരുന്നൊരു കടയുണ്ടായിരുന്നു. പക്ഷേ അത് ക്ലോസ് ആയിരുന്നു 7 മണിക്ക്. ഞാൻ ദീപാരാധന കഴിഞ്ഞിട്ട് അതുകൊണ്ട് വീണ്ടും മസാല ദോശ കടയിൽ. പക്ഷെ ഞങ്ങൾ കഴിക്കുന്നത് പൊറോട്ടയാണ്. പൊറോട്ട ആൻഡ് സാമ്പാർ. അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ലഡുവൊക്കെ വാങ്ങിച്ച് നീ റൂമിൽ പോകുന്നു, ലഗേജ് എടുക്കുന്നു, വണ്ടി ഇടിച്ച് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് KSRTC തോന്നിക്കുന്നു. അതിനകത്തോട്ട് വലിഞ്ഞു പിടിച്ച് കയറാൻ പോവുക. സോണി ചേച്ചിക്ക് വയ്യാതെ മുടന്തി വരുന്നുണ്ട്. ഞാനും അതിൻ്റെ ഇടയിൽ മുടന്തി വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നല്ല ടയേർഡായിട്ടാണ് വരുന്നത്. ഊഞ്ഞാലാടിയ വണ്ടിയിൽ വീണ്ടും കയറി. സോണി ചേച്ചി ഞങ്ങൾ കൊല്ലത്തോട്ട് പോവാ. അപ്പോൾ ഇതിനകത്തുള്ള ജേണി എങ്ങനെയാണ് ഇനി അടുത്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊട്ടാരക്കരെ തന്നെ എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കൊല്ലം ബസ് പിടിക്കണം. എവിടാണെന്ന് പറഞ്ഞു ഇവിടെ കിട്ടുന്ന കൊല്ലത്തിറങ്ങുക. ഞങ്ങളുടെ മൂകാംബിക ട്രിപ്പ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. ഓക്കെ, ഇനി ഞങ്ങൾ ബസ് പിടിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ചെന്ന് നിന്നുടനെ തന്നെ നമ്മുടെ ഒരു കൊല്ലം ബസ് കിട്ടി. എന്തായാലും ദൈവം സഹായിച്ച സീറ്റ് ഉണ്ടായത് കാര്യമായി. അതിനകത്തപ്പോഴേ വലിഞ്ഞു കയറിയിരിക്കുകയാണ്. ലിപ്സ്റ്റിക് ഇടാത്തതിൻ്റെ ദുഃഖം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ. പോരാത്തിന് നല്ല രീതിയിൽ നല്ല ക്ഷീണമുണ്ട് ഉറങ്ങാത്തതിൻ്റെ. അങ്ങനെ ചേച്ചിയെ ഞങ്ങളെ വീട്ടിലാക്കി. ഞങ്ങൾ വീട്ടിൽ പോയി നല്ല ചോറും മീൻകറിയും കഴിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.